എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു പാൽപ്പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുകയും സിമ്പിളായിട്ടുള്ള ഒരു പാൽപ്പുട്ടാണ്. ഈ ഒരു പാൽപ്പുട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് തിളപ്പിച്ച പാൽ തണുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുന്നതാണ്. 15 മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പഞ്ചസാര എടുത്ത അതേ അളവിൽ ഞാൻ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ തിരികിയതും 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാലൊഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാൻ ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രീതിക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടതാണ്. തീരെ അങ്ങ് വെള്ളം ആവേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ഇത് വേവിക്കാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാത്രം. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ട് കൊടുത്ത് ഇതേപോലെയൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചിരികിയതിൻ്റെ ഒരു പിടി ഇതിൻ്റെ പുറത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഒരു കാണാനൊരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും കൂടെയാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുക്കറിൽ അല്പം വെള്ളം തിളപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു റൗണ്ട് ഇതേപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ പുറത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ വിസിൽ വെക്കാതെ അല്ലാണ്ട് തന്നെ ഇത് ആവിയിലിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വെന്തോ ഒന്ന് നോക്കണം. കാരണം 15 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. എങ്കിൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ടൂത്ത് പിൻ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാൻ ഈ പാൽപ്പുട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുവരെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് വേവുമ്പോൾ തന്നെ നമ്മുടെ ആ പാൽപ്പൊടിയുടെയും നെയ്യിൻ്റെയൊക്കെ ഒരു മണം പ്രത്യേകം വരുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പീസാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് നമ്മൾ കേക്കൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്ക്വയറിലാണ് കട്ട് ചെയ്യുന്നത്. നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പുട്ടാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം പുതിയ റെസിപ്പിയിൽ ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.